നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ദേശമംഗലം പഞ്ചായത്തും ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗികൾക്കും ബന്ധുക്കൾക്കുമായി സഹയാത്രികർക്കൊപ്പം ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. മനം നിറയെ സാഗരത്തോളം സങ്കടമൊളിപ്പിച്ചു വെച്ച ആഹ്ലാദത്തിന്റെ കുപ്പായമണിഞ്ഞ അവർ ഒത്തുചേർന്നു. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ വീടുകളുടെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ടവർ സങ്കടങ്ങളെല്ലാം മറന്ന് കളിച്ചും ചിരിച്ചും കലാപരിപാടികളിൽ ഏർപ്പെട്ടു. ദേശമംഗലം പഞ്ചായത്തും ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് സഹയാത്രികർക്കൊപ്പം ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. എടക്കഴിയൂർ പഞ്ചവടി കടപ്പുറത്തിനടുത്ത് ചേർന്നുള്ള മറിയൻ വേൾഡ് വിനോദസഞ്ചാര കേന്ദ്രത്തിലായിരുന്നു പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം. കിടപ്പ് രോഗികളും അവരെ പരിപാലിക്കുന്ന കുടുംബാംഗങ്ങളും സംഘാടകരും ഒത്തുചേർന്നുള്ള വിനോദയാത്രയിൽ വീൽ ചെയറുകളും വാക്കറുകളുടെയും സഹായത്തോടെ പരസഹായം തേടിയും വിനോദസഞ്ചാര കേന്ദ്രത്തിലാകെ ഉല്ലാസത്തോടെ അവർ പാറി നടന്ന കാഴ്ചകൾ കണ്ടു. അവിടെ വെച്ച് തന്നെ കുടുംബസംഗമവും നടത്തി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് സംഗമം ഉദ്ഘാടനം ചെയ്തു. അവതരിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഇതാണ് ഇതിന്റെ ഒരു സമയക്രമം. ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുക എന്റെ സംസാരം ഒന്ന് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഇത് ഇത്തരത്തിൽ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും സംഗീത മെമ്പർ ആണെങ്കിലും പുഷ്പ മെമ്പർ ആണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ രാജ മെമ്പറാണ്. നമുക്ക് മറൈൻ വേൾഡ് ഒന്ന് തെരഞ്ഞെടുക്കാം. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം ഒരു വോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരും. കുറെ കൂടി നല്ല രീതിയിൽ ഓർമ്മിക്കപ്പെടാൻ കഴിയാവുന്ന വിധത്തിൽ ഇനി എന്തൊക്കെയാണെങ്കിലും ശരി നമുക്ക് മറൈൻ വേൾഡ് ഇവിടെ തന്നെ ഫിഷ് വേൾഡ് തന്നെ ആവാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് ഡോക്ടർ അതിനെ കുറച്ചുകൂടി മധുരത്തെ ഇരട്ടി മധുരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റാളുകളെ കൂടി ശരിക്കും യഥാർത്ഥത്തിൽ 22-ാം തീയതിയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമുക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഇന്നത്തേക്ക് ആയി. എന്നിട്ടും അവർ വീണ്ടും തിരിച്ചു പോകാൻ കഴിയാവുന്നത് തന്നെ നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഇതുപോലെ യാത്രകളൊന്നും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്ക് പോലും യാത്രകൾ സാധ്യമാകും. ഇങ്ങനെ ഒരു അമ്മ പെറ്റ മക്കൾ എന്നതുപോലെ ജാതിമത ചിന്തകളില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതത്വങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയാവുന്ന പൊതു ഇടങ്ങളെ രൂപീകരിക്കുക എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഭിന്നശേഷി സൗഹൃദമായിരിക്കണം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും. റെയിൽവേ സ്റ്റേഷനാണെങ്കിലും ബസ് സ്റ്റാൻഡുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഇപ്പോൾ ഇവിടെ തന്നെ മറൈൻ ഫിഷ് വേൾഡ് ആണെങ്കിലും അതെല്ലാം നമ്മുടെ വീൽ ചെയറുകളും ഒക്കെ കൊണ്ടുപോകാനും വരാനും ഒക്കെ കഴിയാവുന്ന വിധത്തിൽ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരെ കൂടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാവും. വയോജനങ്ങൾ ഇപ്പോൾ തൊട്ടടുത്തേക്ക് പോയാലോ വേണമെങ്കിൽ ആലോചിക്കാം അല്ലേ? ആദ്യം മലപ്പുറം ഇരുപത്തി വരുംകാരി പ്രാവശ്യമാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിൽ നിന്നും ഇത്തരത്തിൽ പോകുന്നത് നമ്മുടെ സംസ്ഥാനം എല്ലായ്പ്പോഴും ഞാൻ പറയുമ്പോൾ നമുക്ക് എല്ലാം സന്തോഷം പറയുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സന്തോഷം പറയും. നമ്പർ 1 ആണ് എന്ന് പറയുമ്പോൾ സന്തോഷം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷൻ മെമ്പർ സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം മഞ്ജുള, സുശീല, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മധു, പുഷ്പജ, സംഗീത, മോനിഷ, സുബിമോൾ, രാജൻ എന്നിവരെ കൂടാതെ രാമനാഥ് തൃശൂർ, പാലിയേറ്റീവ് സെക്രട്ടറി ശശി കരയിൽ, വായനശാല പ്രസിഡന്റ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൂടാതെ മെഡിക്കൽ ഓഫീസർ സതീഷ്, പാലിയേറ്റീവ് നഴ്സ് ശാന്ത എന്നിവരും സന്നിഹിതരായിരുന്നു. പിന്നെ അടുത്തത് ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. അത് സ്വയം കണ്ടെത്തിയിട്ടുള്ള ഒരു കലാകാരൻ വിദേശത്തൊക്കെ ഇൻസ്ട്രുമെന്റ്സിലാണല്ലോ. സജ്ജീകരണത്തിന് മൈക്കിന്റെ അറേഞ്ച്മെന്റ്സിന് രാജേട്ടനോടുകൂടി ഞാൻ പറഞ്ഞിരുന്നു. സ്പീക്കർ കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ അത് ആക്ച്വലി 22 ഉദ്ദേശിച്ച് പിന്നെ അതായത് പ്രോഗ്രാം നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടും പരിപാടികളൊക്കെ ഏറ്റെടുത്ത് പറയും. കാരണം ഞാൻ നമ്മുടെ ആൾക്കാർക്ക് സ്വാഗതം എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. പുറമേ നിന്ന് വിളിച്ചിട്ടുള്ള മറൈൻ അക്വേറിയത്തിന്റെ ഇതിന്റെ ഉടമസ്ഥന്മാർ പ്രവാസി കൂട്ടായ്മയാണ്. ഒരു രാജേട്ടൻ ഞാൻ മധ്യമെമ്പർ ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ അവര് ഓക്കെ പറഞ്ഞു. എടക്ക വിദ്വാൻമാരായ റഷീദ് വലിയകത്ത്, സുജിത് കോട്ടയ്ക്കൽ എന്നിവരും ഫ്ലൂട്ട് വായനയിലൂടെ ജയൻ ചേലക്കരയും കലാപരിപാടികളുടെ മാസ്മരികതയിൽ സദസ്സിനെ പുളകമണിയിച്ചു.
മജീഷ്യൻ ശ്രീകുമാർ കളത്തിൽ മാജിക്കിന്റെ ചെപ്പ് തുറന്ന് വിസ്മയങ്ങൾ തീർത്തു. കൂടാതെ 100ഓളം കിടപ്പ് രോഗികൾക്കുള്ള സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശേഷം രോഗികളും ബന്ധുക്കളും അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് CCV.